ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 37 ശ്ലോകം 5-6. പീതാംബരം കരവിരാജിത ശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 5. ജ്ഞാനേ ദീനദശാമഹം ദിവിശദാം ഭൂമേച്ച ഭീമൈ നൃപൈഃ ത്വംക്ഷേവായ ഭവാമി യാദവകുലേ ശോകം സമഗ്രാത്മനാ ദേവാവൃഷ്ണികുലേ ഭവന്തു കലയാ ദേവാംഗനാക്ഷാവനൗ മത്സേവാപ്തമിതി ത്വദീയവചനം പാദോർജഭൂർവുജിമാൻ. അന്വയം. അർത്ഥം. അഹം ഞാൻ, ഭീമൈ ഭീകരന്മാരായ, നൃപൈ രാജാക്കന്മാർ, ദിവിഷതാം ദേവന്മാർക്കും, ഭൂമിച്ച ഭൂമിക്കും, ദീനദശാം ഉണ്ടാകുന്ന സങ്കടകരമായ അവസ്ഥയെ ജാനേ അറിയുന്നുണ്ട്. സഹ അവൻ, അഹം ഞാൻ, തത്ക്ഷേമായ അവരുടെ നാശം വരുത്തുന്നതിനു വേണ്ടി, സമഗ്രാത്മന പൂർണ്ണഭാവത്തോടെ, യാദവകുലേ യദുവംശത്തിൽ, ഭവാമി ജനിക്കും, ദേവ ദേവന്മാരും, ദേവാംഗനാച്ച ദേവസ്ത്രീകളും, മത്സേവാർത്ഥം എന്നെ സേവിക്കുന്നതിന്, കലയ അവരുടെ അംശം കൊണ്ട്, അവനൗ ഭൂമിയിൽ, വൃഷ്ണികുലേ വൃഷ്ണിവംശത്തിൽ, ഭവന്തു ജനിക്കട്ടെ. ഇതി ഇപ്രകാരം. പാദോജഭൂ ബ്രഹ്മാവ്, ത്വദീയ വചനം അങ്ങയുടെ വാക്കുകൾ, ഊജിവാൻ പറഞ്ഞു. ഹരിവു. സാരം. ഞാൻ ഭീകരന്മാരായ രാജാക്കന്മാരാൽ ദേവന്മാർക്കും ഭൂമിക്കും ഉണ്ടാകുന്ന സങ്കടകരമായ അവസ്ഥയെ അറിയുന്നുണ്ട്. ഞാൻ അവരുടെ നാശം വരുത്തുന്നതിനു വേണ്ടി പൂർണ്ണഭാവത്തോടെ യദുവംശത്തിൽ ജനിക്കും. ദേവന്മാരും ദേവസ്ത്രീകളും എന്നെ സേവിക്കുന്നതിന് അവരുടെ അംശം കൊണ്ട് ഭൂമിയിൽ വിഷ്ണുവംശത്തിൽ ജനിക്കട്ടെ. ഇപ്രകാരം ബ്രഹ്മാവ് അങ്ങയുടെ വാക്കുകൾ പറഞ്ഞു. ഹരിവു. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 6. ശ്രുത്വാ കർണരസായനം തവ വച സർവേഷു നിർവാപിതാം സ്വാന്തേഷീശഗദേഷു താപകൃപാപീയൂഷതൃപ്താത്മസു വിഖ്യാതേ മധുരാപുരേ കില ഭവൻ സാ നിത്യപുണ്യോത്തരേ ധന്യാം ദേവകനന്ദനാമുദവഹൻ രാജാസശൂരാത്മജാ. അന്വയം. അർത്ഥം. ഈശ, അല്ലയോ ലോകനാഥ, സർവേഷു എല്ലാവരും, കർണരസായനം ചെവികൾക്ക് രസായനം പോലെ ഇരിക്കുന്ന, തവ വച അങ്ങയുടെ വാക്ക്, ശ്രുത്വ കേട്ടിട്ട്, നിർവാപിത സ്വാന്തേഷു സന്തോഷിച്ച് മനസ്സോടുകൂടിയവരും, താപക കൃപാപീയൂഷ തൃപ്താത്മസു അങ്ങയുടെ കരുണയാകുന്ന അമൃതം കൊണ്ട് സന്തുഷ്ട ഹൃദയരും ആയിട്ട്, ഗദേഷു സ്വസ്ഥാനം പ്രാപിച്ചപ്പോൾ, സൂരാത്മജ ശൂരൻ്റെ പുത്രനായ, സഖാരാജ വസുദേവ നൃപൻ, ഭവൽ സാന്നിധ്യ പുണ്യോത്തരേ അങ്ങയുടെ സാന്നിധ്യത്താൽ പുണ്യാധിക്യമുള്ളതും, വിഖ്യാതേ കീർത്തി കേട്ടതുമായ, മധുരാപുരേ മധുരാപുരിയിൽ വെച്ച്, ധന്യാം ഭാഗ്യവതിയായ, ദേവകനന്ദനാം ദേവകിയെ, ഉദവഹത് കില വിവാഹം കഴിച്ചു. ഹരിവു. സാരം. ചെവികൾക്കാനന്ദം പകരുന്ന വിഷ്ണുവചനം കേട്ടപ്പോൾ തന്നെ ദേവന്മാർക്ക് അത്യധികം ആനന്ദമുണ്ടായി. ഭഗവാന്റെ ദീനാനുകമ്പ അവർക്ക് ആനന്ദാമൃതം പോലെയുമായി തീർന്നു. അവർ മടങ്ങിപ്പോയി. ഭഗവത് അവതാരത്തിന് കാരണമായ സംഭവവുമായി വസുദേവ ദേവകിമാരുടെ വിവാഹം നടക്കുകയും ചെയ്തു. ഹരിവും.